ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകൾ. നല്ല മഴയും വെള്ളപ്പൊക്കവും ഒക്കെയാണ്. എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് മാത്രം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ കേൾക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടവും. സുരക്ഷിതരായിരിക്കുക, സമാധാനത്തോടെ ഇരുന്ന് കേൾക്കുക. അപ്പം നമുക്ക് കഥയിലേക്ക് പോയാലോ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ പരന്ന സുഗന്ധം എന്ന കെ സുധാകരൻ്റെ നോവലാണ്. അതിൻ്റെ 18ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓഫീസിലുള്ള എല്ലാവരുമായി സൗഹൃദത്തോടെ പോകുന്നല്ലേ എല്ലാം കൊണ്ടും നല്ലത്. ആർക്കെങ്കിലും നമ്മോട് അനിഷ്ടമോ വിരോധമോ ഉണ്ടായാൽ നമ്മുടെ ഓഫീസിലെ കാര്യങ്ങൾ അത്ര സുഗമമായി മുമ്പോട്ട് പോവുകയില്ല. അത് തനിക്കറിയാലോ. എൻ്റെ ഓഫീസിലുള്ള എല്ലാവർക്കും എന്നെ സ്നേഹമാണ്, വിശ്വാസമാണ്. ഇവിടെ എനിക്കൊരു പ്രോബ്ലമില്ല, സുരഭി പറഞ്ഞു. അത് ശരിയായിരിക്കും. പക്ഷെ മുകളിലുള്ള ഡിവിഷൻ ഓഫീസിലും സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ ഓഫീസിലും നമ്മളോടുള്ള മതിപ്പ് കുറഞ്ഞാൽ അത് നമ്മുടെ ഒഫീഷ്യൽ ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. സദാശിവൻ സാറിൻ്റെ അനിയൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദർശന. അതെൻ്റെ വ്യക്തിപരമായ കാര്യമല്ലേ. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അലക്സ് മാത്യു സാറിനെ ഇന്നലെ ഞാൻ കണ്ടപ്പോൾ തന്നെക്കുറിച്ച് ഒട്ടും നല്ല അഭിപ്രായമല്ല അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല. ഒരു ദിവസം രാത്രിയിൽ കുറച്ച് ലേറ്റായിട്ട് സാറിനെ വിളിച്ചു. ഞാൻ സംസാരിക്കാതെ കോള് കട്ട് ചെയ്തു. അത് സാറിന് ഇഷ്ടപ്പെട്ടില്ല. അല്ലാതെ വേറൊന്നും. അദ്ദേഹം നമ്മുടെ ഓഫീസറല്ലേ, എപ്പോൾ വിളിക്കാനും അദ്ദേഹത്തിന് അവകാശമുണ്ട്. വിളിക്കുമ്പോൾ ഇത്തിരി സുഖിപ്പിച്ച് സംസാരിച്ചേക്കണം. നമുക്കൊന്നും നഷ്ടമൊന്നുമില്ലല്ലോ, ദർശന പറഞ്ഞു. സാർ അന്നേരം നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ദർശന ഒന്ന് ചിരിച്ചു. ഇക്കാലത്ത് ഏത് പുരുഷന്മാരാ ഇത്തിരി കുടിക്കാത്തത്? അവരെന്തെങ്കിലും കളിതമാശകൾ പറഞ്ഞാൽ അത് കേട്ട് നമ്മൾ വെറുതെ മൂളിക്കൊടുത്താൽ മതി. പാവങ്ങൾക്ക് തൃപ്തിയാകും. നമുക്ക് വേറെ ശല്യമില്ല. എന്തായാലും അലക്സ് മാത്യു സാറിനെ വിളിച്ച് ഒരു സോറി പറഞ്ഞേക്ക്. സുരഭി മൂളി. പക്ഷെ അവൾ അയാളെ വിളിച്ചില്ല. അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ലൈല ബീഗം അവളുടെ മുറിയിലേക്ക് കയറി വന്നു. എന്തോ അത്യാഹിതം സംഭവിച്ച ഭാവമായിരുന്നു ബീഗത്തിൻ്റെ മുഖത്ത്. എന്താ ലൈല? സുരഭി തിരക്കി. സാറിന് ട്രാൻസ്ഫർ കാസർഗോഡിന്. ആര് പറഞ്ഞു? ഞെട്ടലോടെ അവൾ ചോദിച്ചു. കുറച്ചു മുമ്പ് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. വെബ്സൈറ്റിൽ അത് ഇട്ടിട്ടുണ്ട്. മിണ്ടാനാവാതെ സുരഭി തരിച്ചിരുന്നു. അധ്യായം 4. സാറിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ട്രാൻസ്ഫർ ഓർഡറാണ് ഇതെന്ന് തോന്നുന്നു, ലൈല ബീഗം പറഞ്ഞു. അതെന്താ? സാറിൻ്റെ പേര് മാത്രമേ ഉള്ളൂ, പകരം ആളിനെ പോസ്റ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ എല്ലാം വ്യക്തം. തന്നോടുള്ള പ്രതികാര നടപടിയാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നും ഏറ്റവും അകലെയുള്ള കാസർഗോഡിലേക്കുള്ള ഈ സ്ഥലം മാറ്റം. സാധാരണഗതിയിൽ 3 4 അതിലധികമോ പേർക്കുള്ള ട്രാൻസ്ഫർ ഓർഡറിലാണ് വരാറുള്ളത്. ആ സ്ഥാനങ്ങളിലേക്ക് പകരം പോസ്റ്റ് ചെയ്യുന്ന ആളിൻ്റെ പേരും കാണും. എന്താ സാറേ പെട്ടെന്നിങ്ങനെ? കാര്യം മനസ്സിലാക്കാതെ ലൈല ബീഗം ചോദിച്ചു. ഞാനിനി ഓഫീസിൽ വർക്ക് ചെയ്യേണ്ട എന്ന് ആരെങ്കിലും തീരുമാനിച്ചു കാണും, സുരഭി പറഞ്ഞു. അതെനിക്കറിയില്ല. ഒന്നുകിൽ സൂപ്രണ്ടിങ് എഞ്ചിനീയർ സദാശിവൻ സാർ, അല്ലെങ്കിൽ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അലക്സ് മാത്യു, വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്നാണ് ഓർഡറിൽ പറയുന്നത്. അതായത് ഇന്നോ നാളെയോ, ലൈല ബീഗം പറഞ്ഞു. ലൈല സീറ്റിലേക്ക് പോയിക്കോളൂ, ഓർഡർ ഞാനൊന്ന് നോക്കട്ടെ. ലൈല ബീഗം മുറിയിൽ നിന്നിറങ്ങി. 4-5 സ്റ്റാഫ് ഉണ്ടായിരുന്നു ഓഫീസിൽ. സുരഭിക്ക് ട്രാൻസ്ഫർ ആണെന്നറിഞ്ഞപ്പോൾ മുതൽ അവരെല്ലാവരും മ്ലാനതയിലായി. സുരഭി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എന്തൊരു സുഖമായിരുന്നു. അമിതമായ ഭരണമില്ലാതെ മനുഷ്യത്വമുള്ള പെരുമാറ്റമായിരുന്നു. ഇനി ഏത് കർക്കോടകനായിരിക്കുമോ വരാൻ പോകുന്നത്? ക്ലർക്ക് രാജശ്രീ ഭയന്നു. 2 കൊല്ലം പോലും തികഞ്ഞില്ലല്ലോ സുരഭി സാർ ഇവിടെ വന്നിട്ട്. ഇത്ര പെട്ടെന്ന് എന്തിനാണ്? ക്ലർക്ക് സതീഷിന് മനസ്സിലായില്ല. വേറെ ആരെയോ ഇവിടെ കുടിയിരുത്താൻ വേണ്ടിയായിരിക്കും. പകരം പോസ്റ്റ് ചെയ്തത് ആരെയാണെന്ന് നോക്കാമല്ലോ, അന്നേരം അറിയാം. മൊബൈലെടുത്ത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ചെന്ന് സുരഭി ആ ട്രാൻസ്ഫർ ഓർഡർ നോക്കി. ലൈല ബീഗം പറഞ്ഞത് ശരിയാണ്. കാസർഗോഡ് കെട്ടിട വിഭാഗം സബ് ഡിവിഷനിലെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടാണ് തന്നെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഉത്തരവ് ഉടൻ പ്രാബല്യത്തിൽ വരുത്തണമെന്ന് താഴെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പക്ഷെ ആർക്കെങ്കിലും ഓഫീസിൻ്റെ ചാർജ് കൊടുക്കാതെ ഇവിടെ നിന്നും പോകാൻ പറ്റില്ലല്ലോ.
ധൃതി വെച്ച് ഓർഡർ ഉണ്ടാക്കിയപ്പോൾ പകരം ആളിനെ വിടുന്ന കാര്യം മറന്നു കാണും. തപാലിൽ ഉത്തരവ് പിന്നാലെ വരും. സൈറ്റിൽ നിന്നും ഉടനെ പ്രിൻ്റ് എടുത്ത് നടപടികൾ സ്വീകരിക്കുകയാണ് പതിവ്. ആരായിരിക്കും ഇതിനു വേണ്ടി ശ്രമിച്ചത്? ഒരുപക്ഷെ ദർശനയ്ക്ക് അറിയാമായിരിക്കും. സദാശിവൻ സാറിൻ്റെയും അലക്സ് മാത്യു സാറിൻ്റെയും അടുത്ത ആളാണല്ലോ അവള്. മൊബൈലെടുത്ത് സുരഭി ഉടൻ തന്നെ ദർശനയെ വിളിച്ചു. എന്താ സുരഭി? ദർശന കോളെടുത്തു. ഒരു വിശേഷമുണ്ട്, അറിഞ്ഞോ? ഇല്ല. എന്ത് വിശേഷം? എനിക്ക് ട്രാൻസ്ഫറാണ്. നമ്മുടെ സൈറ്റിൽ ഓർഡർ വന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞില്ലല്ലോ. എവിടേക്കാണ്? അത്ഭുതഭാവത്തിൽ ദർശന ചോദിച്ചു. വളരെ അടുത്ത് സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്കാണ്, കാസർഗോഡ്. സുരഭി പറഞ്ഞു. അയ്യോ, അത്ര ദൂരേക്കോ? എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ? സദാശിവൻ സാർ ചെയ്തു തന്ന സഹായമാണെന്ന് തോന്നുന്നു. അലക്സ് മാത്യു സാറിൻ്റെ സപ്പോർട്ടും കാണും. അലക്സ് മാത്യു സാർ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സാറെന്ത് പഴിച്ചു? ദർശന ചോദിച്ചു. അതിൻ്റെ കാരണം സാറിനറിയാം. ഞാനതേക്കുറിച്ച് തൽക്കാലം ഒന്നും പറയുന്നില്ല. പക്ഷേ പകരം ആരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചാർജ് ആരെ ഏൽപ്പിക്കും? അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ കാസർഗോഡിന് വണ്ടി കയറാമായിരുന്നു. അല്പം പരിഹാസ സ്വരത്തിലാണ് സുരഭി അത് പറഞ്ഞത്. സുരഭി എങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ പകരം ആളിനെ പോസ്റ്റ് ചെയ്യട്ടെ, ദർശന പറഞ്ഞു. കാസർഗോഡിന് പോകാനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ദർശന. നമ്മളെക്കാൾ നല്ല ആളുകളായിരിക്കും അവിടെ. പിന്നിൽ നിന്നും കുത്തുന്നവർ അവിടെ കാണില്ല. ദർശനയെ കൂടി ഉദ്ദേശിച്ചാണ് സുരഭി അത് പറഞ്ഞത്. ട്രാൻസ്ഫറിൻ്റെ കാര്യം അവൾ അറിയാതിരിക്കില്ല. എന്നിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന നാട്യവും. സുരഭിക്ക് ഒരു വിഷമവും തോന്നിയില്ല. സർക്കാർ ഉദ്യോഗസ്ഥയാണ്. വിടുന്ന സ്ഥലത്ത് നിന്നും ജോലി ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അവൾ അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ മായയോട് എന്തോ സംസാരിച്ചുകൊണ്ട് വിജയലക്ഷ്മി അടുക്കളയിലുണ്ടായിരുന്നു. മായ, ഒരു ചായ വേണം, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ കൊണ്ടുവരാൻ ചേച്ചി. വേഗം വേണം, ഞാനിന്ന് ഓഫീസിൽ ബോധം കെട്ട് വീണു. വിജയലക്ഷ്മി കേൾക്കാനായി സുരഭി പറഞ്ഞു. അയ്യോ, എന്ത് ചേച്ചി? കുഴപ്പമൊന്നുമില്ലല്ലോ. മായ ഓടിയെന്നു. കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് കാസർഗോഡിന് ട്രാൻസ്ഫർ. അത്രയും ദൂരേക്ക് പോകേണ്ടി വന്നാൽ ഞാൻ ബോധം കെട്ട് വീഴാതിരിക്കുമോ? ഒന്നും മനസ്സിലായില്ല വിജയലക്ഷ്മിക്ക്. ട്രാൻസ്ഫറിൻ്റെ കാര്യം അറിയണ്ടേ നിനക്ക്? ചിലരൊക്കെ ഉമ്മക്കത്തയച്ചില്ലേ ഞാൻ സ്വഭാവ ദൂഷ്യമുള്ളവനാണെന്ന് പറഞ്ഞിട്ട്. അതിന് തന്ന ശിക്ഷയാണ്. പെട്ടെന്ന് വിജയലക്ഷ്മി ഒന്ന് ചിരിച്ചു. പക്ഷെ അവർ വേഗം അതമർത്തി. അവിടെ ചെന്നൊരു വീട് വാടകയ്ക്ക് എടുക്കണം. നിന്നെ ഞാൻ കൊണ്ടുപോകും. ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയുള്ളത് കൊണ്ടല്ല, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ. അത് കേട്ട് വിജയലക്ഷ്മി ഒന്ന് ഞെട്ടി. മായ പോയാൽ ഒറ്റയ്ക്ക് ഇവിടെ എങ്ങനെ താമസിക്കും? ആരാഹാരം ഉണ്ടാക്കി തരും? അവർ മുറിയിലേക്ക് ചെന്ന് വാതിലടച്ചിട്ട് രാഹുലിനെ വിളിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ് ഫ്ലാറ്റിൽ വന്ന് കുളിച്ച് വേഷം മാറിയിട്ട് മൊബൈൽ എടുത്ത് നോക്കിയപ്പോഴാണ് അമ്മയുടെ 2 മിസ്ഡ് കോൾ ഗാഥ കണ്ടത്. എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ അമ്മ 2 തവണ വിളിക്കുകയില്ല. ഉടൻ തന്നെ അവൾ സുരഭിയെ വിളിച്ചു. മോളെ. സുരഭി കോളെടുത്തു. എന്താ അമ്മേ? അവൾ ചോദിച്ചു. നീ ഹോസ്പിറ്റലാണോ? അല്ല, കുളിക്കുകയായിരുന്നു. അതാ അമ്മ വിളിച്ചപ്പോൾ കേൾക്കാഞ്ഞത്. ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. എനിക്ക് ഹരിപ്പാട്ടിൽ നിന്ന് ട്രാൻസ്ഫറായി. ഇന്ന് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. എവിടേക്കാണ്? സുരഭി കാര്യങ്ങളെല്ലാം വിശദമായി അവളോട് പറഞ്ഞു. ഇറ്റ്സ് എ പ്യൂർ കേസ് ഓഫ് വെഞ്ചൻസ്. പകവീട്ടൽ, അല്ലാതെ വേറൊന്നുമല്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗാഥ പറഞ്ഞു. ആവാനാണ് സാധ്യത. കാരണങ്ങൾ നിനക്കറിയാമല്ലോ. എന്തു ചെയ്യാനാണ് അമ്മയുടെ ഉദ്ദേശം? പകരം ആളിനെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. ആ ആൾ വന്ന് ചാർജ് എടുക്കുമ്പോൾ ഞാൻ കാസർഗോഡിനോട് പോകും. ആരാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്? ആ സൂപ്രണ്ടിങ് എഞ്ചിനീയറാണോ? ഗാഥ തിരക്കി. അല്ല, അതിനും മുകളിൽ ചീഫ് എഞ്ചിനീയർ ഉണ്ടല്ലോ, അദ്ദേഹമാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള കളിയാണോ? ആവണമെന്നില്ല. സൂപ്രണ്ടിങ് എഞ്ചിനീയർ റെക്കമെൻഡ് ചെയ്യുന്ന ട്രാൻസ്ഫർ ചീഫ് സാധാരണഗതിയിൽ നടത്താറുണ്ട്, സുരഭി പറഞ്ഞു. ഇതൊരു പകവീട്ടിലാണെന്ന് ചീഫ് എഞ്ചിനീയർ അറിഞ്ഞു കാണുമോ? എനിക്കറിയില്ല മോളെ. ഇവിടെ തിരുവനന്തപുരത്തല്ലേ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ്? അതെ. ആരാണ് ചീഫ് എഞ്ചിനീയർ? പേരറിയാമോ? സുധീർ ബാബു. ഞാൻ ആദ്യമായി അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി സർവീസിൽ ജോയിൻ ചെയ്യുമ്പോൾ അതേ ഓഫീസിൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു അദ്ദേഹം, സുരഭി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പരിചയക്കാരാണ്. അന്ന് 1 വർഷത്തോളം ഒന്നിച്ച് ഒരേ ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ തമ്മിൽ കണ്ടിട്ടില്ല. വർഷം 10-20 കഴിഞ്ഞില്ലേ. ഇപ്പോൾ എന്നെ ഓർമ്മ പോലും കാണില്ല. അമ്മ നാളെ ഓഫീസിൽ പോകണ്ട. നാളെ രാവിലെ ഇങ്ങോട്ട് വാ. നമുക്ക് ചെന്ന് ചീഫ് എഞ്ചിനീയറെ ഒന്ന് കാണാം. സംഭവിച്ചത് എന്താണെന്ന് പറയാം. അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാകത്തില്ല മോളെ.
തക്കതായ കാരണം ഉണ്ടായിട്ടാണല്ലോ ട്രാൻസ്ഫർ ചെയ്തത്. എന്ത് തക്കതായ കാരണം? എല്ലാം കള്ളത്തരല്ലേ? ഗാഥ ബാധിച്ചു. എന്നാലും ഓഫീസിൽ അവരെ അതിനു പറ്റിയ റെക്കോർഡ് ഉണ്ടാക്കി വെച്ചാണ്. ആ ഉമക്കത്തിൻ്റെ കോപ്പി എടുത്ത് ഫയലിലിട്ടാൽ മതിയല്ലോ. അമ്മ ഒന്നും പറയണ്ട. നാളെ കഴിയുന്നത്ര നേരത്തെ ഇവിടെ വരണം. അത് കഴിഞ്ഞു മതി കാസർഗോഡിന് പോകുന്നത്. ഉറച്ച സ്വരത്തിൽ ഗാഥ പറഞ്ഞു. ഇക്കാര്യമൊന്നും മോള് സേതുവിനോട് പറയില്ലേ? സേതു കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വിചാരിച്ച് വിഷമിക്കും. ഞാൻ ആരോടും പറയില്ലമ്മേ. പക്ഷേ ധന്യോടും രോഷ്ണിയോടും അക്കാര്യം അവൾ അപ്പോൾ തന്നെ പറഞ്ഞു. സർക്കാർ സർവീസിൽ ഇത്ര വൃത്തികെട്ടന്മാരുണ്ടോ? രോഷ്ണി അത്ഭുതപ്പെട്ടു. ഏത് ഫീൽഡിലും കാണും ഇത്തരം ഹീനജന്തുക്കൾ. ആൻറ്റി വരാൻ നീ പറഞ്ഞത് നന്നായി. നമുക്ക് പറയാനുള്ളത് പറയണം, മിണ്ടാതിരിക്കരുത്. പ്രൊട്ടസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ വീക്ക്നെസ്സായിട്ട് അവർ വിചാരിക്കും. നമ്മൾ തെറ്റുകാരല്ലെന്ന് ബോധ്യപ്പെടുത്താൻ കിട്ടുന്ന അവസരം കൂടിയാണിത്. ധന്യ പറഞ്ഞു. അമ്മയ്ക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും അദ്ദേഹത്തെ ഒന്ന് കണ്ടു നോക്കാം. മനസാക്ഷിയുള്ളവരും കാണാതിരിക്കില്ലല്ലോ. പിന്നെ ഒരു പ്ലസ് പോയിൻ്റ് ഉള്ളത്, പണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ അമ്മ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഗാഥ പറഞ്ഞു. എന്തായാലും നിങ്ങൾ പോയിട്ട് വരൂ. പിറ്റേന്ന് രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ സുരഭി ഒരു സൂപ്പർ ഫാസ്റ്റിൽ ഉള്ളൂർ സ്റ്റോപ്പിൽ വന്നിറങ്ങി. നേരത്തെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഗാഥ കാർ വായിച്ചെന്ന് അവളെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നു. ഡ്രൈവ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു മോളെ. അതുകൊണ്ടാണ് ബസ്സിൽ പോകുന്നത്. അത് നന്നായി. എന്തായാലും അമ്മ ടെൻഷൻ അടിക്കണ്ട. നമുക്ക് പോയി ചീഫ് എഞ്ചിനീയറെ കാണാം. ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. ഹരിപ്പാട് ഓഫീസിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 2 കൊല്ലം തികച്ചായില്ലെന്നും ഭർത്താവ് മരിച്ച സ്ത്രീയാണെന്നും ഗാഥ പറഞ്ഞു. സുരഭിയെ അത്ഭുതത്തോടെ അവളെ നോക്കി. ഈ ചെറുപ്രായത്തിൽ തന്നെ അവൾക്കിതുപോലെ പ്രായോഗികമായി ചിന്തിക്കാൻ എങ്ങനെ കഴിയുന്നു? ഒരു വെള്ളക്കടലാസിൽ ചീഫ് എഞ്ചിനീയർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു അഭ്യർത്ഥന ഭംഗിയായി സുരഭി എഴുതിയുണ്ടാക്കി. അത് വായിച്ചു നോക്കിയപ്പോൾ ഗാഥയ്ക്ക് തൃപ്തിയായി. ബസ്സിൽ വെച്ച് കാറ്റിൽ പറന്ന മുട്ടി സുരഭി വൃത്തിയാക്കി ചീകി വെച്ചു. മുഖം കഴുകി ചെറുതായി മേക്കപ്പെട്ടു. സുന്ദരിയായിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം, ഗാഥ പറഞ്ഞു. സുരഭി ഒന്ന് പുഞ്ചിരിച്ചു. ഓഫീസ് എവിടെയാണെന്ന് അമ്മയ്ക്കറിയാലോ? അവൾ ചോദിച്ചു. മ്യൂസിയത്തിനടുത്താണ്, പബ്ലിക് ഓഫീസസ് ബിൽഡിങ്. എത്രയോ തവണ അവിടെ പോയിട്ടുള്ളതാണ്, സുരഭി പറഞ്ഞു. ഗാഥയാണ് കാർ ഓടിച്ചത്. 11:30 അവർ ചീഫ് ഓഫ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തിയപ്പോൾ. മുകൾ നിലയിലേക്കുള്ള പടികൾ കയറുമ്പോൾ കാലുകൾക്ക് അല്പം വിറയലുണ്ടെന്ന് സുരഭിക്ക് തോന്നാതിരുന്നില്ല. ചീഫ് എഞ്ചിനീയറുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെയാണ് അവരാദ്യം കണ്ടത്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും സാർ, കുറച്ച് തിരക്കിലാണ്, അയാൾ പറഞ്ഞു. വെയിറ്റ് ചെയ്യാം. പേരെന്താണ്? സുരഭി ഗിരീഷ് കുമാർ, അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഹരിപ്പാട്. അയാളത് ഒരു കടലാസിൽ എഴുതിയെടുത്തു. 1 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. അവൾക്ക് 12:30 ആയപ്പോൾ അനുവാദം കിട്ടി. ഫ്ലാഷ് ഡോറ തുറന്ന് ആദ്യം സുരഭിയും പിന്നാലെ ഗാഥയും അകത്തേക്ക് കയറി. നിലത്ത് കാർപ്പറ്റ് വിരിച്ച് വിശാലമായ മുറിയായിരുന്നു ചീഫ് എഞ്ചിനീയറുടേത്. തല നരച്ചു തുടങ്ങിയ അജാനബാഹുവായ സുധീർ ബാബു. അയാൾ കണ്ണടയ്ക്കുള്ളിലൂടെ 2 പേരെയും ഒന്ന് നോക്കി. മുഖം നിറയെ ഗൗരവമായിരുന്നു. മൂളലായിരുന്നു ചോദ്യം. കയ്യിൽ കൊണ്ടുവന്ന കടലാസ് നിവർത്തി സുരഭി അദ്ദേഹത്തിന് കൊടുത്തു. ഇരിക്കൂ. അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു. ഗ്ലാസ് ടോപ്പുള്ള വലിയ മേശയുടെ എതിർവശത്തുണ്ടായിരുന്ന കസേരയിൽ സുരഭിയും ഗാഥയും ഇരുന്നു. എന്താണ് നിങ്ങളുടെ ആവശ്യം? പരുക്കൻ സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു. 1 വർഷം കൂടിയെങ്കിലും എനിക്ക് ഹരിപ്പാട് ജോലി ചെയ്യാൻ അനുവാദം കിട്ടണം, അല്ലെങ്കിൽ വീടിനടുത്തുള്ള ഏതെങ്കിലും ഓഫീസിൽ, സുരഭി വിനീത സ്വരത്തിൽ പറഞ്ഞു. നിങ്ങളൊരു ഓഫീസറല്ലേ? കേരളത്തിൽ എവിടെ വിട്ടാലും അവിടെ ചെന്ന് ജോലി ചെയ്യേണ്ടവരല്ലേ ഓഫീസർമാർ? അതെ സർ. പക്ഷെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ. കാരണമില്ലെന്ന് ആര് പറഞ്ഞു? എസ്.സിയുടെ ഓഫീസിൽ നിന്നും ഇസിസി ചെയ്തതിനനുസരിച്ച് ഞാൻ നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്തത്. പകരം തൃശ്ശൂരിൽ നിന്നും അബ്ദുൾ വഹാബിനെ ഹരിപ്പാട്ടേക്ക് പോസ്റ്റ് ചെയ്തതിൻ്റെ ഓർഡർ കുറച്ചു മുമ്പേ ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞു. ഗാഥ നിശബ്ദയായിരുന്നതേ ഉള്ളൂ. ഇട്ട ഓർഡർ ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. പകരം ആൾ വരുമ്പോൾ നിങ്ങൾ റിലീവ് ചെയ്ത് പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യണം. ഉത്തരവിൽ ഇനി അപ്പീലില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഇതാരാണ്? ഗാഥയെ ഉദ്ദേശിച്ച് അയാൾ ചോദിച്ചു. മോളാണ് സർ. എന്തു ചെയ്യുന്നു? ഗാഥയോടായിരുന്നു ചോദ്യം. MBBS കഴിഞ്ഞു, ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു, അവൾ പറഞ്ഞു. എവിടെ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ശരി, പോയിക്കോളൂ. സുരഭിയും ഗാഥയും എഴുന്നേറ്റ് മുറിയിൽ നിന്നിറങ്ങി. വരേണ്ടിയിരുന്നില്ല.
താഴേക്ക് പടികൾ ഇറങ്ങുമ്പോൾ നിരാശയോടെ സുരഭി പറഞ്ഞു, അമ്മയെ അയാൾക്ക് മനസ്സിലായി കാണില്ലെന്ന് തോന്നുന്നു. നിങ്ങളൊന്നിച്ച് പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വയ്യായിരുന്നു. ഗാഥ ചോദിച്ചു. ഓർമ്മ വന്നു കാണും, അത് മനഃപൂർവ്വം പുറത്തു കാണിക്കാത്തതാ. അപ്പം മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അന്ന് ഉച്ച കഴിഞ്ഞ് സുരഭി ഹരിപ്പാട്ടിന് തിരിച്ചുപോയി. പിറ്റേന്ന് രാവിലെ അവൾക്ക് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നും കോൾ വന്നു. അവൾ അതെടുത്തു. സുരഭിയല്ലേ? ഒരു പുരുഷ സ്വരം ചോദിച്ചു. ഞാൻ അബ്ദുൾ വഹാബ്. എനിക്ക് അവിടുത്തെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അറിഞ്ഞു കാണുമല്ലോ. നാളെ ഞാൻ ജോയിൻ ചെയ്യാൻ വരും. അതൊന്ന് പറയാനാണ് വിളിച്ചത്. ശരി. ഹരിപ്പാട്ടൊന്നും പോകാനായി അവൾ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഗാഥമോളെ കാണാൻ ഇനി പഴയതുപോലെ പറ്റില്ലല്ലോ എന്നതായിരുന്നു അവളുടെ ദുഃഖം. പിറ്റേന്ന് സുരഭിക്ക് യാത്രയയപ്പ് സൽക്കാരം നടത്താൻ ഓഫീസിലുള്ളവർ രഹസ്യമായി കൂടിയാലോചന നടത്തി. ഉച്ചയായപ്പോൾ സന്തോഷത്തോടെ ലൈലാബീഗം സുരഭിയുടെ മുറിയിലേക്ക് ഓടിക്കയറി വന്നു. സാറിന് കാസർഗോഡ് പോകണ്ട. തിരുവനന്തപുരത്ത് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഓർഡർ വന്നിരിക്കുന്നു. സൈറ്റിലുണ്ട്. സുരഭിക്ക് തുള്ളിച്ചാടാൻ തോന്നി. തിരുവനന്തപുരത്ത് ഇനി മോളുടെ കൂടെ താമസിക്കാം. മോള് മാത്രമല്ല, അവിടെ സേതുണ്ട്. താങ്ക്സ് ലൈല. സന്തോഷ വാർത്ത അറിയിച്ചതിന് താങ്ക്സ്. ആഹ്ലാദം കൊണ്ട് സുരഭിയുടെ കണ്ണുകൾ നിറഞ്ഞു. രാവിലെ 8:30 ദേവികയുടെ വിളി വന്നത്. കവടയാറിലുള്ള ഫ്ലാറ്റിലായിരുന്നു അപ്പോൾ സേതുമാധവൻ. ദേവി, അയാൾ കോളെടുത്തു. ഞങ്ങൾ എയർപോർട്ടിലാണ്. 9-നാണ് ഫ്ലൈറ്റ്. 10-ന് ഞങ്ങൾ അവിടെ ലാൻഡ് ചെയ്യും. ഓക്കെ, ഞാൻ എയർപോർട്ടിലുണ്ടാവും, അയാൾ പറഞ്ഞു. രാവിലെ എന്തെങ്കിലും വിവരം അറിയാൻ കഴിഞ്ഞോ മോളുടെ? ഇന്ന് ചിലപ്പോൾ ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞിരുന്നല്ലോ. രാവിലത്തെ വിവരമൊന്നും അറിഞ്ഞില്ല. എയർപോർട്ടിൽ നിന്നും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ശരി സേതു കേട്ടോ. അയാൾ കോള് കട്ട് ചെയ്തു. ഇന്ന് രാവിലെ ദേവികയും ഭർത്താവ് ഗോപികൃഷ്ണനും ബാംഗ്ലൂരിൽ നിന്നും വരുമെന്ന കാര്യം ഇന്നലെ അവൾ വിളിച്ചു പറഞ്ഞിരുന്നു. 3 ദിവസം മുമ്പാണ് മനീഷയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായത്. പിറ്റേന്ന് രാവിലെ അവർ ബാംഗ്ലൂരിൽ നിന്നും പോകാനിറങ്ങുമ്പോൾ ദേവിക തലയുറ്റി വീണു. ഇന്നലെയാണ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയത്. എയർപോർട്ടിലേക്ക് പോകാൻ സേതുമാധവൻ വേഗം ഒരുങ്ങി. ദേവികയും ഗോപികൃഷ്ണനും വന്നിട്ട് അവരോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോഴാണ് സൂരജിൻ്റെ വിളി വന്നത്. അങ്കിൾ, ഉച്ചയോടെ മനീഷയെ വാർഡിലേക്ക് മാറ്റും. ബോധം തെളിഞ്ഞിട്ടും ഇന്നലെ വിസിറ്റേഴ്സ് ടൈമിൽ ഞാൻ ചെന്നിട്ട് അവളെന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ, സേതുമാധവൻ പറഞ്ഞു. അമ്മൂമ്മയെ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല. അക്കാര്യത്തിൽ ചെറിയൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. ചിലപ്പോൾ ഇന്ന് അച്ഛനെയും അമ്മയും കാണുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സൂരജ് ആശിച്ചു. ഒരു കാര്യം ഞാനിതുവരെ പറഞ്ഞില്ല. ദേവിക അവളുടെ അമ്മയാണ്, പക്ഷെ ഗോപികൃഷ്ണൻ സ്വന്തം അച്ഛനല്ല. പിന്നെ ദേവിയുടെ 2ാമത്തെ ഭർത്താവാണ് മനീഷയുടെ അച്ഛൻ. 4 വർഷം മുമ്പ് മരിച്ചതാണ്. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. വേറെയും ചില കഥകളുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോവാണ് അവരെ റിസീവ് ചെയ്യാൻ. ഓക്കെ അങ്കിൾ, പോയിട്ട് വരൂ. തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ചെന്ന് സേതുമാധവൻ കാത്തു നിന്നു. ഫ്ലൈറ്റ് കൃത്യസമയത്ത് തന്നെ വന്നു. ബാഗേജുമായി ദേവികയും ഗോപികൃഷ്ണനും അറൈവൽ റൗഞ്ചിലേക്ക് വന്നപ്പോൾ സേതുമാധവൻ അവിടേക്ക് കാറിലെത്തി. വെളുത്ത നല്ല ഉയരമുള്ള ആളായിരുന്നു ഗോപികൃഷ്ണനും. ജീൻസും ഫുൾ സ്ലീവ് ഷർട്ടുമായിരുന്നു വേഷം. ഡ്രിം ചെയ്ത് മനോഹരമാക്കിയ താടി അങ്ങിങ്ങ് നരച്ചിരിക്കുന്നു. 50-ാം വയസ്സിലും സുന്ദരൻ. ഹലോ സേതു. കാറിനടുത്തേക്ക് വന്ന ഗോപികൃഷ്ണൻ അയാളുടെ കൈ പിടിച്ച് കുലുക്കി. സേതോട്ടം വന്നിട്ട് ഒരുപാട് നേരമായോ? ദേവിക ചോദിച്ചു. ഇല്ല, 10 മിനിറ്റ്. 2 പേരുടെയും ബാഗേജ് ഗോപികൃഷ്ണനാണ് കാറിൻ്റെ ഡിക്കിയിലേക്ക് എടുത്തു വെച്ചത്. പെട്ടെന്ന് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചു. സോറി, ഞാനിപ്പോൾ ഫ്രൈ അല്ല, കോളിൽ ലേറ്റ്. കോൾ അറ്റൻഡ് ചെയ്തിട്ട് അയാൾ അത് കട്ട് ചെയ്തു. ആരാ വിളിച്ചത്? ദേവിക ചോദിച്ചു. അരുന്ധതി, ഗോപികൃഷ്ണൻ പറഞ്ഞു. പെട്ടെന്ന് ദേവികയുടെ മുഖം ഇരുണ്ടു. അധ്യായം 5. ഗോപികൃഷ്ണൻ കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നു സേതുമാധവൻ്റെ അടുത്തിരുന്നു. നിവൃത്തിയില്ലാതെ ബാക്ക് ഡോർ തുറന്ന് ദേവികയും കാറിൽ കയറി. നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? കാറ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സേതുമാധവൻ ചോദിച്ചു. ഹോസ്പിറ്റലിലേക്ക് പോകാം. മോളെ കണ്ടിട്ട് മതി ബാക്കി കാര്യങ്ങൾ, ഗോപികൃഷ്ണൻ പറഞ്ഞു. മോളെ ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയാൽ മാത്രമേ ഇപ്പോൾ പോയാൽ കാണാൻ പറ്റൂ. എയർപോർട്ടിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സേതുമാധവൻ പറഞ്ഞു. അതിപ്പോൾ എങ്ങനെ അറിയും? സൂരജിനെ വിളിച്ച് ചോദിക്കാം. ആരാണ് സൂരജ്? ഗോപികൃഷ്ണന് മനസ്സിലായില്ല. സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ PG സ്റ്റുഡൻ്റാണ്. സൂരജ് തുടക്കം മുതൽ മനീഷയെ അറ്റൻഡ് ചെയ്തത്.
എനിക്ക് അടുത്തറിയാവുന്ന പയ്യനാണ്. എങ്കിലൊന്ന് വിളിച്ചു നോക്കൂ, ഗോപികൃഷ്ണൻ പറഞ്ഞു. ബാക്ക് സീറ്റിൽ ദേവിക നിശബ്ദയായി ഇരുന്നതേയുള്ളൂ. അരുന്ധതിയുടെ വിളി അവളെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടെന്ന് സേതുമാധവന് മനസ്സിലായി. വാർഡിലേക്ക് മാറ്റിയെങ്കിൽ നമുക്ക് നേരെ ചെന്ന് കാണാം, അല്ലെങ്കിൽ നമുക്ക് കവടിയാറിലേക്ക് പോകാം. നിങ്ങൾക്കവിടെ സ്റ്റേ ചെയ്യാം. വൈകുന്നേരം 5 മണിക്കാണ് വിസിറ്റേഴ്സ് ടൈം. അതുവരെ റെസ്റ്റ് എടുക്കാം, സേതുമാധവൻ പറഞ്ഞു. അതല്ലേ ഇനി പറ്റൂ. കാറ് ബീച്ച് റോഡിലെത്തിയിരുന്നു. പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കണ്ടപ്പോൾ സേതുമാധവൻ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് മൊബൈലെടുത്ത് സൂരജിനെ വിളിച്ചു. എന്താ അങ്കിൾ? ഉടൻ തന്നെ സൂരജിനെ കിട്ടി. മനീഷയെ വാർഡിലേക്ക് മാറ്റിയോ? ഇല്ല അങ്കിളെ, ഉച്ച കഴിയും. വാർഡിലേക്ക് മാറ്റാൻ സെബാസ്റ്റ്യൻ സാർ എഴുതിയിട്ടുണ്ട്. വേറെ പ്രോബ്ലം ഒന്നുമില്ല, സൂരജ് പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്നും മനീഷയുടെ പേരൻസ് വന്നിട്ടുണ്ടേ. അവരെ എയർപോർട്ടിൽ നിന്നും പിക്കപ്പ് ചെയ്തിട്ട് വരുന്ന വഴിയാണ്. ഇപ്പോൾ വന്നാൽ അവളെ കാണാൻ പറ്റുമെങ്കിൽ. വന്നിട്ട് കാര്യമില്ല, ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റും. ഞാൻ വിളിക്കാം അപ്പോൾ. ഓക്കെ, താങ്ക് യു. ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടാണ് സൂരജിനോട് സേതുമാധവൻ സംസാരിച്ചത്. അത് കാരണം ഗോപികൃഷ്ണനോടും ദേവികയോടും കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. അമ്മയുണ്ടോ ഹോസ്പിറ്റലിൽ? പെട്ടെന്ന് ദേവിക ചോദിച്ചു. ഇല്ല, രാത്രിയിലുണ്ടായിരുന്നു. രാവിലെ നെയ്യാറ്റിങ്കര വീട്ടിലേക്ക് പോയി, സേതുമാധവൻ പറഞ്ഞു. പിന്നെ ആരോ ഒന്നും മിണ്ടിയില്ല. കവടിയാറിലേക്കാണ് സേതുമാധവൻ വണ്ടി ഓടിച്ചത്. അയാൾക്കവിടെ ഒരു 3 ബെഡ്റൂം ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. 2 പേരും രാവിലെ ഒന്നും കഴിച്ചു കാണില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. അത് കാരണം 3 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പാർസൽ വാങ്ങിക്കൊണ്ടാണ് പോയത്. പാലിരിപ്പുണ്ട്, ചായ ഉണ്ടാക്കിയാൽ മതി. കവടിയാറിലെ ഫ്ലാറ്റിലെത്തി കാറ് നിന്നു. സിറ്റിയിൽ നിന്നും അധികം ദൂരെയല്ലല്ലോ. കാറിൽ നിന്നിറങ്ങി ഗോപികൃഷ്ണൻ പറഞ്ഞു. അല്ല, ഇവിടെ അടുത്താണ് എൻ്റെ ഓഫീസ്. കമ്പനിയുടെ ഏർപ്പാടിൽ എടുത്തുവന്ന ഫ്ലാറ്റാണ്. 3 പേരും 5ാമത്തെ നിലയിലുള്ള ഫ്ലാറ്റിലേക്ക് പോയി. ഫ്ലാറ്റിൽ ചെന്നപ്പോൾ ഇടതുവശത്തുള്ള ബെഡ്റൂം 2 പേർക്കുമായി സേതുമാധവൻ തുറന്നു കൊടുത്തു. 2 പേരും ഒന്ന് ഫ്രഷാകുക, അപ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കാം. ധൃതിയില്ല സേതോട്ടാ, പതിയെ മതി. ഞാൻ ചായ ഉണ്ടാക്കാം. അതിനു മുമ്പ് എനിക്ക് ഗോപികൃഷ്ണനോടൊരു കാര്യം ചോദിക്കാനുണ്ട്, ദേവിക പറഞ്ഞു. എന്താണ്? ഗോപികൃഷ്ണന് കാര്യം മനസ്സിലായെങ്കിലും അറിയാത്ത മട്ടും നടിച്ചു. എന്തിനാണ് അവൾ വിളിച്ചത്? അരുന്ധതിയുടെ കാര്യമാണ് അവൾ ഉദ്ദേശിച്ചതെന്ന് ഗോപികൃഷ്ണന് മനസ്സിലായി. അയാൾ ലിവിങ് ഏരിയയിലുണ്ടായിരുന്ന സോഫയിലിരുന്നു. അരുന്ധതിയുടെ കാര്യമാണോ നീ ചോദിച്ചത്? അവൾ നിൻ്റെ ബ്രദറിൻ്റെ വൈഫല്ലേ? എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരിക്കും അവൾ വിളിച്ചത്, ഗോപികൃഷ്ണൻ പറഞ്ഞു. അവളുമായി കോണ്ടാക്റ്റ് ഒന്നും വേണ്ട എന്ന് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ. ഈർഷ്യയോടെ ദേവിക അയാളെ നോക്കി. അരുന്ധതിയെ നീ ശത്രുവായി കാണുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ മാമൻ അങ്ങനെ ഒരു വിൽപത്രം എഴുതി വെച്ചതിന് നിന്റെ ആങ്ങള പ്രകാശനോ അയാളുടെ ഭാര്യ അരുന്ധതിയോ എന്ത് പിഴച്ചു? മനീഷയ്ക്കുണ്ടായ കാർ ആക്സിഡൻറ്റ് പ്ലാൻ ചെയ്തത് അവളാണ്. അക്കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല, ദേവിക ഉറപ്പിച്ചു പറഞ്ഞു. ദേവി, തൽക്കാലം നമുക്ക് ഈ വിഷയം വിടാം. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മോളെ കാണാനാണ്. സ്വത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം, ഗോപികൃഷ്ണൻ പറഞ്ഞു. അതെ, നിങ്ങൾ വല്ലതും കഴിച്ചിട്ട് വിശ്രമിക്കൂ. ഞാൻ ചായ ഉണ്ടാക്കാം, സേതുമാധവൻ പറഞ്ഞു. വേണ്ട സേതുവേട്ടാ, ഞാൻ ചായ ഉണ്ടാക്കാം. ദേവിക കിച്ചണിലേക്ക് പോയി. ഗോപികൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് സേതുമാധവൻ ഇരുന്നു. അരുന്ധതിയോട് ഇപ്പോഴും ശത്രുതയാണ് ദേവിക്ക്, ഗോപികൃഷ്ണൻ പറഞ്ഞു. 2 പേരും നിശബ്ദരായിരുന്നു. ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ് സർജറി വിഭാഗം ICUവിലേക്ക് സൂരജ് ചെന്നത്. മനീഷയെ വാർഡിലേക്ക് മാറ്റണം. സേതു അങ്കിളിൻ്റെ ബന്ധുവല്ലേ അവൾ, ഒപ്പം ഉണ്ടാവണം. സൂരജ് നേരെ മനീഷയുടെ അടുത്തേക്ക് ചെന്നു. അയാളെ കണ്ട് അവൾ പുഞ്ചിരിച്ചു. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ, അവൾ അഭിവാദനം ചെയ്തു. ഉച്ച കഴിഞ്ഞു എന്ന് മനീഷയ്ക്ക് എങ്ങനെ മനസ്സിലായി? ICUവിൽ കിടക്കുന്ന മിക്ക പേഷ്യൻസിനും രാത്രിയും പകലും പോലും തിരിച്ചറിയാൻ പറ്റാറില്ല. സിസ്റ്റർ പറഞ്ഞു 2 മണിയാകുമ്പോൾ വാർഡിലേക്ക് മാറ്റുമെന്ന്. അപ്പോഴാണ് ഡോക്ടർ വരുമെന്ന് അവൾ പറഞ്ഞു. അയാൾ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഒരു 101ാമത് തവണയാണ് അത്ഭുതത്തോടെ അവളെ നോക്കുന്നതെന്ന് അയാൾക്ക് തോന്നി. നമ്മൾ ഉടനെ വാർഡിലേക്ക് പോകും. ഇനി മുതൽ 2-3 ദിവസം അവിടെ ആയിരിക്കും, അയാൾ പറഞ്ഞു. അപ്പോൾ ഇന്നു മുതൽ ശുദ്ധമായി ശ്വസിക്കാമെന്നർത്ഥം, പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. അത് വെറും വ്യാമോഹമാണ്. ജനറൽ വാർഡിലേക്കുള്ള മാറ്റം മരുന്നിൻ്റെ ഗന്ധം മാത്രമേ ഉള്ളൂ അവിടെ. അത് സാരല്ല, വേറെ ആളുകൾ കാണുമല്ലോ അവിടെ, അവരോടൊക്കെ സംസാരിക്കാം. അച്ഛനെയും അമ്മയും കാണണ്ടേ? വന്നിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അമ്മൂമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് അച്ഛനും അമ്മയും, അവൾ പറഞ്ഞു.
സ്കൂൾ കാലം മുതൽ അവൾ നെയ്യാറ്റിൻകരയിൽ അമ്മയുടെ തറവാട്ടിൽ അമ്മൂമ്മ പ്രിയദർശിനിയോടൊപ്പമാണ് താമസിച്ചത്. വെക്കേഷൻ കാലത്ത് മാത്രം കുറച്ച് ദിവസം ബാംഗ്ലൂരിൽ ചെന്ന് മമ്മിയും ഡാഡിയൊക്കെ അവരുടെയൊക്കെ ഒപ്പം നിൽക്കാറുണ്ടെന്ന് മാത്രം. കോളേജിൽ നിന്നും കുറേ പേര് അന്വേഷിച്ച് വന്നിരുന്നു, കൂട്ടുകാരികളും ടീച്ചർമാരും. കോളേജിൽ മനീഷ ഒരു സ്റ്റാറാണെന്ന് മനസ്സിലായി. അയ്യോ, അങ്ങനെയൊന്നുമില്ല ഡോക്ടറെ, എല്ലാവരോടും ഞാൻ നല്ല ഫ്രണ്ട്ലിയാണ്, അത്രയേ ഉള്ളൂ, അവൾ പറഞ്ഞു. ഇന്നലെയാണ് മനീഷ ഏതാണ്ട് സാധാരണ നിലയിലേക്ക് ആരോഗ്യപരമായി എത്തിയത്. ക്ഷീണം മാറി, ഓർമ്മകൾ വ്യക്തമായി, സംസാരശേഷി പൂർണ്ണമായും. ഇന്നലെ മുതൽ ചോദിക്കാനിരുന്ന ഒരു ചോദ്യം സൂരജിൻ്റെ മനസ്സിലേക്ക് വീണ്ടും വന്നു. വാർഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ തിരക്കൊന്നുമില്ലാതെ അവളോട് സംസാരിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഡോക്ടറുടെ പേര് സൂരജ് എന്നല്ലേ? പെട്ടെന്ന് അവൾ ചോദിച്ചു. അതെ. ആര് പറഞ്ഞു? സുഷമ സിസ്റ്ററോട് ഞാൻ ചോദിച്ചു. സിസ്റ്ററാണ് പറഞ്ഞത്. തുടക്കം മുതലേ എൻ്റെ കാര്യങ്ങളിൽ ഒത്തിരി കെയർ തന്നത് സൂരജ് ഡോക്ടറാണെന്ന്. ഏയ്, ഏത് പേഷ്യൻ്റ് ആയാലും ഞാൻ ഇതുപോലെ തന്നെ. അയാൾ ചിരിച്ചു. അങ്ങനെയല്ല എന്നെ കെയർ ചെയ്തത്. എന്നോട് നുണ പറയണ്ട. അത് പിന്നെ സേതു അങ്കിൾ എൻ്റെ പരിചയക്കാരനാണ്. അങ്കിളിൻ്റെ ബന്ധു എൻ്റെയും ബന്ധുവല്ലേ? അതുകൊണ്ട് മാത്രമാണോ? അവൾ ചോദിച്ചു. മനീഷ എന്നെ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സൂരജ് ചിരിച്ചു ചോദിച്ചു. ഇല്ല, പക്ഷെ എനിക്ക് നല്ല പരിചയം തോന്നുന്നുണ്ട് ഡോക്ടറെ, അവൾ പറഞ്ഞു. ആദ്യമായി മനീഷ ഇവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ എനിക്കും തോന്നി, മുമ്പ് എവിടെയോ വെച്ച്. അപ്പോഴാണ് സുഷമ സിസ്റ്റർ അവിടേക്ക് വന്നത്. ദീപുവും അലനും വന്നിട്ടുണ്ട്, സിസ്റ്റർ പറഞ്ഞു. നേഴ്സിംഗ് അസിസ്റ്റൻ്റുമാരാണ് രണ്ടുപേരും. മനീഷയെ വാർഡിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. വരാൻ പറയൂ. ട്രോളിയുമായി അലനും ദീപുവും വന്നു. അവർ ശ്രദ്ധാപൂർവം മനീഷയെ എടുത്ത് ട്രോളിയിൽ കിടത്തി. സ്ത്രീകൾക്കുള്ള സർജറി വാർഡിലേക്കാണ് അവളെ അവർ കൊണ്ടുപോയത്. ഒരു ബെഡ് അവൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അവളെ കൊണ്ടുവന്നപ്പോൾ നേരത്തെ പറഞ്ഞതിനനുസരിച്ച് പ്രിയദർശിനി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മോളെ, അവർ വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിലൊന്ന് തലോടി. അമ്മൂമ്മേ, പേടിച്ചു പോയാ? പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. പിന്നെ പേടിക്കാതിരിക്കുമോ? നിൻ്റെ മമ്മിയും ഡാഡിയും നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്നെയല്ലേ? അവർ ചോദിക്കുമ്പോൾ ഞാനല്ലേ മറുപടി പറയേണ്ടത്? സ്റ്റൂള് നീക്കിയിട്ട് പ്രിയദർശിനി അവളുടെ ബെഡിനടുത്തിരുന്നു. 100ഓളം ബെഡുകൾ ഇരുവശത്തുള്ള നീണ്ട ഹാളായിരുന്നു ഫീമെയിൽ വാർഡ്. എല്ലാ ബെഡിലും രോഗികളുണ്ട്. നമുക്ക് എന്ന് ഡിസ്ചാർജ് കിട്ടുമെന്ന് അറിയില്ലല്ലോ മോളെ, പ്രിയദർശിനി പറഞ്ഞു. എന്നെ നടത്തിച്ചു നോക്കി. നടക്കുമ്പോൾ വേദനയാണ്, എന്നാലും സഹിക്കാവുന്നതേ ഉള്ളൂ. 2-3 ദിവസം കഴിഞ്ഞ് വിട്ടേക്കൊന്നും തോന്നും. എന്നാലും കയ്യിൽ പ്ലാസ്റ്റർ ഉള്ളതുകൊണ്ട് കോളേജിൽ പോകാൻ പറ്റുമോ? പ്രിയദർശിനി സംശയിച്ചു. ഒരാഴ്ച റെസ്റ്റ് എടുത്തിട്ട് ഞാൻ പോകും കോളേജിൽ. നിൻ്റെ കാറ് ആക്രി വിലയ്ക്ക് കൊടുക്കാനേ പറ്റൂ ഇനി. അതിപ്പോൾ അരുന്ധതി ആൻറ്റിയോട് പറഞ്ഞാൽ പോരെ? പുതിയ കാറ് മേടിച്ചു തരുമല്ലോ, മനീഷ പറഞ്ഞു. 3 മാസം കൂടി കഴിഞ്ഞിട്ട് മതി, അപ്പോൾ നിനക്കിഷ്ടമുള്ള കാറ് മേടിക്കാമല്ലോ. പിന്നെ അമ്മൂമ്മയുടെ മോള് കോടീശ്വരിയല്ലേ? ഞാൻ കോടീശ്വരിയുടെ അമ്മൂമ്മയും. രണ്ടുപേരും ചിരിച്ചു. എന്തായാലും എൻ്റെ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടല്ലോ. കാറിൻ്റെ ഫോട്ടോ കണ്ടു. ചുളുങ്ങിപ്പോയ ഒരു തകരട്ടിന് പോലെ. കണ്ടിട്ട് പേടി വന്നു, പ്രിയദർശിനി പറഞ്ഞു. സേതു അങ്കിളിൻ്റെ പരിചയക്കാരനാണ് ഡോക്ടർ സൂരജ്. ആ ഡോക്ടറാണമ്മേ എനിക്ക് വേണ്ടി കൂടെ നിന്നത്. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴേക്ക് സൂരജ് വാർഡിലേക്ക് കയറി വന്നത്. അമ്മൂമ്മേ, സമാധാനമായോ? കൊച്ചുമോളെ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചിട്ടില്ലേ? ചിരിച്ചുകൊണ്ട് സൂരജ് ചോദിച്ചു. എൻ്റെ കൊച്ചുമോനാകാനുള്ള പ്രായമേ ഉള്ളൂ, അതുകൊണ്ട് ഡോക്ടറെ എന്ന് ഞാൻ വിളിക്കത്തില്ല. നന്ദി എൻ്റെ മോനെ. പെട്ടെന്ന് പ്രിയദർശിനി എഴുന്നേറ്റു. മനീഷയുടെ അമ്മൂമ്മ എൻ്റെ അമ്മൂമ്മയല്ലേ? അച്ഛനും അമ്മയും ഇപ്പോൾ വരും, ഞാൻ അറിയിച്ചിട്ടുണ്ട്, സൂരജ് പറഞ്ഞു. അമ്പലപ്പുഴയിലല്ലേ മോൻ്റെ വീട്? അവിടെ അമ്പലത്തിൽ വരുമ്പോൾ ഞങ്ങൾ വീട്ടിലും വരും, പ്രിയദർശിനി പറഞ്ഞു. വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു മോനെ പ്രസവിച്ച ആ അമ്മ പുണ്യവതിയാണ്. ഞങ്ങൾക്ക് അവരെ ഒന്ന് കാണണം. അപ്പോഴാണ് സേതുമാധവനോടൊപ്പം ഗോപികൃഷ്ണനും ദേവികയും വന്നത്. മോളെ, മനീഷയുടെ കൈ പിടിച്ച് ദേവിക കരഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ലമ്മേ, 2ാം ജന്മമാണെന്നേ ഉള്ളൂ, മനീഷ പറഞ്ഞു. ഗോപികൃഷ്ണൻ ഒന്നും പറയാതെ അവളുടെ നെറ്റിയിലും മുടിയിഴകളിലും വാത്സല്യത്തോട് തലോടി. ഗോപി, ഇതാണ് ഡോക്ടർ സൂരജ്, സേതുമാധവൻ പരിചയപ്പെടുത്തി. താങ്ക് യു സൂരജ്, താങ്ക് യു വെരി മച്ച്. ഗോപികൃഷ്ണൻ സൂരജിൻ്റെ കൈ പിടിച്ച് കുലുക്കി. അവർ പരസ്പരം
കണ്ണുകളിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നു. PGക്ക് പഠിക്കുന്നു അല്ലേ? ഗോപീഷ്ണൻ ചോദിച്ചു. അതെ, കോഴ്സ് തീരാറായി, സൂരജ് പറഞ്ഞു. ഹീസ് എ മൈ ഡോക്ടർ. ഇറ്റ് വാസ് എ മിറാക്കുലസ് എസ്കേപ്പ്. തലയ്ക്ക് ക്ഷതമുണ്ടായി, തലയോടിന് ചെറിയ ക്രാക്ക്. പക്ഷെ ബ്രെയിനിൽ വളരെ സേഫായിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ നോർമൽ ലൈഫിലേക്ക് വരും. മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. കേട്ടതെന്ന് ദേവിക പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സംസാരിക്കും, എനിക്ക് വേറെ ചില എൻഗേജ്മെൻറ്റ്സ് ഉണ്ട്. സൂരജ് യാത്ര പറഞ്ഞു. പോകും മുമ്പ് നമുക്കൊന്ന് കാണണം. ഞങ്ങൾ സേതുവിൻ്റെ ഫ്ലാറ്റിലുണ്ടാവും, ഗോപികൃഷ്ണൻ പറഞ്ഞു. സൂരജ് തല കുലുക്കി. വാർഡിൽ നിന്നിറങ്ങുമ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെട്ടു. ഒരു രോഗി സുഖം പ്രാപിക്കുന്നതും ഡോക്ടറുടെ മിടുക്കുകൊണ്ട് മാത്രമല്ല, രോഗിയുടെ ശരീരം സഹകരിക്കുന്നത് കൊണ്ട് കൂടിയാണ്. ഡോക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം സുഖം പ്രാപിക്കുന്ന രോഗിയുടെ കണ്ണുകളിൽ തെളിയുന്ന സന്തോഷത്തിൻ്റെ തിളക്കാണ്. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെയാണ് ഞാൻ ഈ കഥ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും സേഫായിട്ടിരുന്നുകൊണ്ട് കഥ കേൾക്കണം. വീണ്ടും നാളെ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.